मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹലോ ഫ്രണ്ട്സ്, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി. എന്റെ പേഴ്സൺ പിങ്കിയോടൊപ്പം ഇന്ന് മിസ്റ്റർ ഹണിയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. അനിയ വൈറലായി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തണുക്കുന്നത്. ആ തണുപ്പ് സൂപ്പർ മാർക്കറ്റിന്റെ AC കാരണമാണ്. വൈറൽ ഫീവർ ആണെന്നല്ല പറഞ്ഞത്. നീ വയസ്സായ സ്ത്രീനെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തില്ലേ, അത് വൈറലായെന്നാ പറഞ്ഞത്. ഇതാ നോക്ക്, ഇവരാണ് ഇപ്പോഴത്തെ ഹീറോ. ഒരു വയസ്സായ സ്ത്രീയെ റോഡ് കടക്കാൻ സഹായിച്ചു. എന്നാൽ അവർ പേടിച്ച് ഈ ഹണിയെ അടിച്ചുകൊണ്ടേയിരുന്നു, ഭയത്തിൽ തടഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഇവർ കടമ നിറവേറ്റി. റോഡ് കടക്കാനുണ്ടായിരുന്ന ഒരു വൃദ്ധയെ ഇവർ സഹായിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ, അവർക്ക് സഹായം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയായിരുന്നു, റോഡ് സൈഡിൽ നിൽക്കുന്നവരൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നീ എന്തിനാ ചോദിക്കുന്നേ? അതെ, സ്വീറ്റ് നിന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. എനി ഡൗട്ട്? ഇന്റർവ്യൂ? അതെ, മര്യാദക്ക് ഇന്റർവ്യൂ കൊടുക്ക്. പിങ്കിയെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ആ, റിപ്പോർട്ടർ എന്റെ പിന്നിലും ഞാൻ ക്യാമറയുടെ മുന്നിലും. ടു മച്ച് ഫൺ. അതിരിക്കട്ടെ, ഇവര് ചോദിച്ചതിന് ഉത്തരം പറ. ആ സ്ത്രീയെ സഹായിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടായോ? അറ്റാക്ക് വന്നു. നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടായോ? ദേ അങ്ങോട്ട് നോക്ക്, ജോർദാറിന് അറ്റാക്ക് വന്നു. അതെ, ആരെങ്കിലും ആശുപത്രി കൂട്ടിക്കൊണ്ടു പോ വേഗം. അതെ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവ സോപ്പ് തിന്നിരിക്കുകയാണ്. ചെല്ല്, വാഷ്റൂമിലേക്ക് ചെന്ന് വായു കൊപ്പിളിക്ക്. അനേ, നീ മര്യാദയ്ക്ക് എന്റെ സ്വീറ്റിക്ക് ഇന്റർവ്യൂ കൊടുക്ക്, മനസ്സിലായോ? എന്താ പറഞ്ഞ? മിസ് സ്വീറ്റിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ, മനസ്സിലായോ? ഇല്ല, നീ എന്റെ സ്വീറ്റിക്ക് ഇന്റർവ്യൂ കൊടുക്കാനാണ് പറഞ്ഞത്. അതെ, സ്വീറ്റ് നിന്റേതല്ലേ? അതായത് ഫ്രണ്ട് നിന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അവൾക്ക് നന്നായി ഇന്റർവ്യൂ കൊടുക്ക്. ഇത് ശരിയാവില്ല. ഹണി, നീ സ്റ്റുഡിയോയിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് ചെയ്യാം. ഞാൻ വീട്ടിലേക്ക് വന്നോളാം, സ്റ്റുഡിയോയിലൊന്നും വരാൻ പറ്റില്ല. എടാ ഹണി, നിന്റെ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ആകും. പിന്നെ നീ സ്റ്റാർ ആണ്, അതിനൊപ്പം ഇൻഫ്ലുവൻസർ, പിന്നെ റിയാലിറ്റി ഷോ ആയി, സിനിമകളായി. അതെ, അവസാനം പറഞ്ഞത് ഇച്ചിരി കൂടുതലാ, എനിക്ക് പറ്റില്ല. അല്ല, അതാണ് വളരെ അത്യാവശ്യമായത്. ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവാം, നീ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയിക്കോ. പിന്നെ ക്രീം ബിസ്ക്കറ്റ് ഉറപ്പായിട്ടും വാങ്ങണം, അത് സൂപ്പർ സ്റ്റാറിന് വളരെ ഇഷ്ടമാണ്. ഏത് സൂപ്പർ സ്റ്റാറിന്? ഹണി സൂപ്പർ സ്റ്റാറിന്, അതായത് മൈസെൽഫ്. അതെ, അവൻ ഇന്റർവ്യൂക്ക് മുമ്പ് തന്നെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുക. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർ ആയിരിക്കുകയാണ്. അതെയോ? ആ, ജനങ്ങളെല്ലാം നിങ്ങളെ ഫോളോ ചെയ്യുന്നു. നോക്ക്, ഈ വീഡിയോ നോക്കൂ. ജനങ്ങൾ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആകുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആയി വയസ്സായവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്താ പറയാനുള്ളത്? അതെ, പ്രായമായവരെയൊക്കെ സഹായിക്കണം. അവര് സഹായം ചോദിക്കാൻ ചിലപ്പോൾ മടിച്ചേക്കാം, എന്നാലും നിങ്ങൾ അവരെ ഉറപ്പായിട്ടും സഹായിക്കണം. ഇവിടെ വന്നതിന് വളരെയധികം നന്ദി ഹണീസ്. കിട്ടി, ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ സുന്ദരിയല്ലേ? അല്ല ഹണി, ഇനി എത്ര സമയം എടുക്കും? ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മതി, നിർത്ത്. വെല്ലുള്ള അത്യാവശ്യത്തിന് മുകളിൽ കാറ്റടിച്ചാല് അത് പൊട്ടും. എനി ഡൗട്ട്?
ഫുട്ബോളിനകത്ത് കാറ്റടിച്ചാ നീഡിൽ കുത്തിയാലേ അതിന് കാറ്റൊഴിക്കാൻ പറ്റൂ. അതാ കാറ്റിൻ്റെതല്ല, കാറ്റടിച്ചവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. നിന്റെ മരുന്ന് നീ തന്നെ കഴിച്ചപ്പോ എങ്ങനെയുണ്ട് പോപ്പേ? നീ ക്ലാസ് എടുക്കുമ്പോഴേ ഞങ്ങൾക്കും അതേ അവസ്ഥ തന്നെയാ. വേഗം വരൂ, പടം തുടങ്ങും കേട്ടോ. ഇല്ല, യൂത്ത് ക്ലബിൽ എനിക്കിന്നൊരു അഭിനന്ദന പരിപാടി ഉണ്ട്. ഐ ആം യൂത്ത് ഐക്കോൺ. അപ്പൊ നീ പടം കാണാൻ വരുന്നില്ലേ? ഇല്ല, ഒരു തവണ ഹണി കമ്മിറ്റ്മെന്റ് കൊടുത്ത പിന്നെ കമ്മിറ്റ്മെന്റ് കൊടുത്തവരുടെ വാക്ക് പോലും ഞാൻ കേൾക്കാറില്ല. ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ബ്രോയുടെ ആദരവ് ചടങ്ങല്ലേ നടക്കുന്നത്. അവര് സ്റ്റാറാണ്, അങ്ങോട്ട് പോണം. നമുക്ക് സിനിമയ്ക്ക് പോവാം. വാ കിറ്റി. സോറി, അവര് എന്നെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഹണിയോടൊപ്പം പോവാ. കിറ്റി എന്റെ കൂടെയാണ് വരുന്നത്. സാർ, നിങ്ങൾക്ക് വേണ്ടി കാർ അയച്ചിരിക്കുകയാണ്. And the award goes to Honey. അതെ, സിനിമ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. നമ്മുടെ ചേട്ടന്റെ ആദരവ് ചടങ്ങല്ലേ നടക്കുന്നത്. വാ, നമുക്ക് പോയി ഇല്ല, കാണാം. എനിക്ക് പടം കാണണം. സോർദാർ, നിനക്ക് സിനിമ, പോപ്കോൺ, സമോസ, ജ്യൂസ് ഇത് മാത്രമേ അറിയുള്ളൂ അല്ലേ? അതെ, അത് ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങിത്തരാം. നീ തൽക്കാലം വാ. പോപ്പറ്റൊന്നും കുറഞ്ഞതല്ല. ഞാൻ ഒരിക്കൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാ അതിനെ നിറവേറ്റാതെ വിടില്ല ഞാൻ. എനി ഡൗട്ട്? ആ, അവിടെ സ്വീറ്റി പിന്നെ പിങ്കിയും വരുമല്ലോ. അതെ, നമ്മുടെ ആൾക്കാരുടെ സന്തോഷമല്ലാതെ ഈ ലോകത്തിൽ വേറൊന്നുമില്ല. ജോർദാർ, ഞാനും ഹണിയുടെ ഫംഗ്ഷൻ കാണാൻ വരുന്നുണ്ട്. എനി ഡൗട്ട്? ശരി, വാ പോകാം. എന്നെ നിങ്ങൾ മാലയിട്ട് സ്വീകരിക്കുന്നില്ലേ? ഇതാണ് നമ്മുടെ യൂത്ത് ഐക്കൺ ഹണി. ഹണി ദ സ്റ്റാർ. ഹണിസാറിനെ എല്ലാരും ഐഡിയലായി കരുതുന്നു. ഇവിടെയുള്ള വൃദ്ധരെല്ലാം ആഗ്രഹിക്കുന്ന എന്താണെന്നോ, അവരുടെ മക്കൾ നിങ്ങളെ പോലെ ആകണമെന്ന്. അങ്ങനെ ആകാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ കുട്ടികൾ എങ്ങനെയാണ് ഒരു പൂച്ചയെ പോലെ ആകുന്നത്? നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമറും വളരെ നന്നായിരിക്കുന്നു. ഹണി സർ, ഫാൻസിനോട് എന്താ പറയാനുള്ളത്? ഹലോ, ഇന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് വളരെ സ്നേഹം കാണിക്കുന്നു. ഇവിടെ എനിക്ക് അഭിനന്ദന ചടങ്ങ് നടത്തുന്നു. എനിക്ക് 25 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ ആ വയസ്സായ സ്ത്രീക്ക് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ അവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളും എന്നെ പോലെ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രായമായവരെ സഹായിക്കാൻ മടിക്കരുത്. ഞങ്ങൾ ഇപ്പൊ തന്നെ സഹായിക്കാൻ തുടങ്ങാലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങാം. വരൂ മുത്തശ്ശി, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. എനിക്ക് റോഡ് ക്രോസ് ചെയ്യുന്നു വേണ്ട മോളെ. ദാ, ഞാൻ അടുത്ത സ്ട്രീറ്റിലാ താമസിക്കുന്നത്. വരൂ അങ്കിൾ. അങ്കിൾ നിന്റെ വല്യച്ഛൻ. ഇപ്പൊ എനിക്ക് 40 വയസ്സാവുന്നേ ഉള്ളൂ. അയ്യോ, നിങ്ങളെ കാണാൻ അങ്ങനെ തോന്നില്ല. സോറി. ആരെങ്ങോട്ടാ പോയത്? വരൂ മുത്തച്ഛ, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങളെ വീട്ടിലേക്ക്. എന്താ ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്കി വിടറോ. വരൂ, നിങ്ങളെ ഞാൻ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കാം. വിടറാ, ഞാനിവിടെ പണിയെടുക്കുന്ന ആളാ. ഇനി വേണം ഇതൊക്കെ അടുക്കി വെക്കാൻ. നടക്കാൻ പറ്റുന്നില്ല. ഹണി, എന്നാലും നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നാട്ടിലെ യുവാക്കൾക്ക് പ്രായമായവരെ സഹായിക്കാനുള്ള പ്രചോദനം നൽകിയതാണ് ഞാൻ സ്റ്റാർ ആയി പോയില്ലേ? നോക്ക്, നിനക്ക് ഹെഡ് വെയിറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. നിങ്ങൾ എല്ലാവരും നടന്നല്ലേ വന്നത്? വരൂ, നിങ്ങളെ ഞാൻ വലിയ കോസ്റ്റ്ലി കാറിൽ കൂട്ടിക്കൊണ്ടു പോവാം. വരൂ വരൂ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. കാർ നിർത്തൂ ഡ്രൈവർ, കാർ നിർത്തൂ. ഹണി, നീ എങ്ങോട്ടാ പോകുന്നേ?
ആന്റി എന്നെ മനസ്സിലായോ? ആ നിങ്ങൾ കാരണമാണ് ഞാൻ ഫേമസ് ആയത്. വരൂ, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. വരൂ. എന്നെ നീ തൊട്ടു പോകരുത്. എന്നെ അടിച്ച് കാല് തല്ലൊടിക്കും ഞാൻ. അന്ന് നീ എന്നെ നിർബന്ധിച്ച് റോഡ് ക്രോസ് ചെയ്യിച്ചില്ലേ? എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ല. വയസ്സായവരോട് നീ ഇങ്ങനെയൊക്കെ കളിക്കോ അല്ലടാ? അയ്യോ, ഇല്ലല്ലാതെ ഞാൻ ഒച്ച വെച്ച് ഇവരെ എന്തോരം അടിച്ചതാണെന്നറിയോ? എന്നാൽ ഈ കഴുതയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? ദൈവമേ, ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്തവനായി ഈ കഴുത. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുഖം വെച്ച് ആളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇവനെ പൂച്ചയെ പോലെ മുഖം വെച്ചിരിക്കുന്ന കഴുതയാണ്. സോറി ആന്റി, ഞാൻ എന്താ കരുതിയതെന്നാൽ നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ക്രോസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമെന്നാണ്. എടാ മണ്ട, ആരെങ്കിലും കടലിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ നീ വെള്ളത്തിൽ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കോ? കുറച്ചെങ്കിലും വിവരം ഉണ്ടോടാ? ഇല്ല, ഞാൻ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ ക്രോസ് ചെയ്യിപ്പിച്ചത്. സോറി ആന്റി. ശരി മോനെ, വിട്ടുകളെ. ഹണി, നീ ആ ലേഡിയെ ശല്യം ചെയ്യായിരുന്നു. എന്നാൽ മീഡിയയിലുള്ളവർ നീ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് നിന്നെ സ്റ്റാർ ആക്കി. ഇപ്പൊ ഈ കാര്യം പുറത്തിറങ്ങിയ ഇവന്റെ സ്റ്റാർഡം എന്താകും? അതേടാ, സ്റ്റാർഡം സ്റ്റാർ പോയിട്ട് ഇവൻ വെറും ഡംബാണെന്ന് എല്ലാരും പറയും. എന്നെ ഇപ്പോഴും എല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും മണ്ടനല്ല. ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയാം, അന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആ ലേഡിയെ റോഡ് ക്രോസ് ചെയ്യാൻ അവര് സഹായിച്ചത്. ശല്യം ചെയ്തെന്ന് യഥാർത്ഥ സ്റ്റാർ അവന്റെ തെറ്റ് മനസ്സിലാക്കി അതിന് ശരിയാക്കുന്നവനാണ്. ആ, ഇപ്പൊ ഞാനും എന്റെ തെറ്റ് തിരുത്താൻ പോവാണ്. ഇനി ഞാൻ ദിവസം മുഴുവനും ഇവിടെ തന്നെ നിൽക്കും. ആർക്കെങ്കിലും റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ അവരെ സഹായിക്കും. ആർക്കെങ്കിലും ക്രോസ് ചെയ്യണോ? ആർക്കെങ്കിലും ക്രോസ് ചെയ്യണോ? ആരെങ്കിലും ഉണ്ടോ? പറയൂ. ആർക്കെങ്കിലും ക്രോസ് ചെയ്യണമെങ്കിൽ പറയൂ പ്ലീസ്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.